ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് എപ്സ്റ്റീൻ ഫയൽസ്. അതെ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ഐലൻഡിലേക്ക് ആയിരക്കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫയലുകൾ. അതേ, സിനിമാ സീനുകളെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൈം സീനുകൾക്ക് സാക്ഷ്യം വഹിച്ച ലിറ്റിൽ സെന്റ് ജെയിംസ് ഐലൻഡ്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് പാപത്തിന്റെ ദ്വീപ് എന്നാണ്. അതിൽ ഏറ്റവും ലോകത്തെ ഞെട്ടിച്ച അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ലോകം മഹാന്മാരെന്ന് ചിന്തിച്ച സ്റ്റീഫൻ ഹോക്കിൻസ്, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, അതുപോലെ തന്നെ പോപ്പ് സിംഗറായിട്ടുള്ള മൈക്കൽ ജാക്സൺ, എല്ലാവരും ഇതില് ഭാഗവത്തായി തീർന്നു എന്നുള്ളത് ആണ്. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ ലോകം ക്രൂരതയുടെ പര്യായമായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു നിമിഷത്തിലാണ് നാം നോമ്പ് കാലഘട്ടമായി ആചരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നോമ്പ് കാലഘട്ടം എന്നത് കാരുണ്യത്തിന്റെ ദിനങ്ങളാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു എന്ന കാരുണ്യത്തെ അനുസ്മരിക്കുന്ന നാളുകൾ, അവന്റെ ജീവിത പ്രവൃത്തികളും ശുശ്രൂഷകളെയും ഓർമ്മിപ്പിക്കുന്ന നാളുകൾ, അല്ലെങ്കിൽ ആ ദിവ്യകാരുണ്യത്തിന്റെ അടുക്കലേക്ക് നാം അടുത്തു വരേണ്ട നാളുകൾ എന്ന് നമുക്ക് നോമ്പിന്റെ ദിനങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദപുസ്തകവും സുവിശേഷവും, സുവിശേഷത്തിലെ ഓരോ സന്ദേശവും കാരുണ്യത്തിന്റെ വാക്കുകൾ തുളുമ്പുന്നത് ആണ്. അങ്ങനെ ഒരു കാരുണ്യ പ്രവൃത്തിയെ കുറിച്ചാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ സൗഖ്യമാക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ സ്ഫുരിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് നിങ്ങളുമായി ചേർന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒറ്റപ്പെടലുകളിൽ പ്രതിഫലിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ കാരുണ്യം. ഒറ്റപ്പെടലുകളിൽ പ്രതിഫലിക്കുന്ന ക്രിസ്തുവിന്റെ കാരുണ്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശു കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നത് ഓടെയാണ്. യേശുവിന്റെ മുൻപിൽ വന്ന് അവൻ മുട്ടുകുത്തുകയാണ്. അതേ, തന്റെ കുഷ്ഠരോഗം മാറ്റി നൽകുവാനായിട്ട് അവൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഒരു ഗതിയുമില്ലാത്ത, ഒരു ആശ്രയവുമില്ലാത്ത അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുൻപിൽ സഹായത്തിനു വേണ്ടി മുഴങ്കാലുകളെ മടക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുഷ്ഠരോഗി ആയിരിക്കുകയാണ്. അവന്റെ ഏക ആശ്രയം ഇനി യേശു മാത്രമാണെന്ന ചിന്താഗതിയിൽ യേശുവിന്റെ മുൻപിൽ അവൻ മുഴങ്കാലുകളെ മടക്കുകയാണ്. പലപ്പോഴും രോഗഭാരങ്ങളും ചിന്താഭാരങ്ങളും ദുഃഖഭാരങ്ങളും തലമുറകളെ കുറിച്ചുള്ള ചിന്തകളുമൊക്കെ നമ്മെ മുട്ടുകുത്തിയിട്ട് ഉണ്ട്. പലരുടെയും മുൻപിൽ നാം മുട്ടുകുത്തുവാൻ ഇടയായിട്ട് ഉണ്ട്. എന്നാൽ ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥയും അതിനൊക്കെ അപ്പുറം ആയിരുന്നു. ഈ കുഷ്ഠരോഗി ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ, കുടുംബത്തിൽ നിന്ന് താൻ പുറത്താക്കപ്പെടുന്നു. അതേ, സമൂഹത്തിൽ നിന്ന് താൻ പുറത്താക്കപ്പെടുന്നു. പട്ടണത്തിൽ നിന്ന് താൻ പുറത്താക്കപ്പെടുന്നു. അതേ, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ ശരീരത്തിന് ഏറ്റവും മറ്റുള്ളവരുടെ സാമീപ്യം ആവശ്യമുള്ള ബലഹീനമായ നിമിഷങ്ങളിൽ അവൻ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു രോഗാവസ്ഥ കടന്നു വരുമ്പോൾ, ബലഹീന അവസ്ഥ കടന്നു വരുമ്പോഴാണ് നാം കൂടുതൽ മറ്റുള്ളവരെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാമീപ്യം ലഭിക്കാതെ ഈ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച് ക്വാറന്റീൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ നിലനിന്ന ഒറ്റപ്പെടലിന്റെ ശാസ്ത്രീയമായ ഒരു പേര് ക്വാറന്റീൻ. അതെ, ആ ഒരു ക്വാറന്റീന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ മനുഷ്യൻ യേശുവിന്റെ മുൻപിൽ വന്ന് മുഴങ്കാലുകളെ മടക്കുകയാണ്. ക്രിസ്തുനാഥൻ ഇവനെ സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട് തകർന്ന് നിൽക്കുന്ന ഈ മനുഷ്യനെ, കുഷ്ഠരോഗിയായ ഈ മനുഷ്യനെ ക്രിസ്തുനാഥൻ സ്പർശിക്കുകയാണ്.
അതൊരു ദിവ്യകാരുണ്യത്തിന്റെ സ്പർശനം ആയിരുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യ സ്പർശനമായിരുന്നു യേശുവിന്റെ ആ സ്പർശനം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു കുഷ്ഠരോഗിയെ സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കന്മാർ പോലും അംഗീകരിക്കാതെ അവനെ പുറത്താക്കിയിരിക്കുകയാണ്. അവനെ സ്പർശിച്ചാൽ, അവനെ തൊട്ടാൽ അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന ചിന്താഗതിയില് അവനെ അകറ്റി നിർത്തിയിരിക്കുന്ന നിമിഷങ്ങളില് യേശുനാഥൻ ഈ കുഷ്ഠരോഗിയെ സ്പർശിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു അവനെ സ്പർശിക്കുന്നു, അവന്റെ ഒറ്റപ്പെടലിന്റെ അവസ്ഥകളെ മാറ്റിക്കളയുകയാണ്. മുട്ടുകുത്തിയ മനുഷ്യൻ അവസാന നിമിഷങ്ങളിൽ ജനങ്ങളുടെ മധ്യത്തിൽ പോയി വചനം സംസാരിച്ചു എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 34:19. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ആരാരും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെ വഹിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണോ നാം കടന്നു പോകുന്നത്? എങ്കിൽ ക്രിസ്തുവിന്റെ മുൻപിൽ മുഴങ്കാലുകളെ മടക്കുമ്പോൾ ആ ക്രിസ്തുനാഥൻ നമ്മെ ഒറ്റയ്ക്കായി തീരുവാൻ അനുവദിക്കുകയില്ല. അനാഥരാക്കി നമ്മെ പറഞ്ഞ് അയക്കുകയില്ല. അവൻ നമ്മെ മാറോട് അണയ്ക്കുമെന്നാണ് യേശു കർത്താവിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ, പലപ്പോഴും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിന്റെ ഉടനീളം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ അവരെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആയിരിക്കണം. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരാളെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ദൈവസന്നിധിയിൽ നൽകുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ കാണിക്ക, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നന്മ എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ ക്രിസ്തുനാഥൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകടിപ്പിച്ച കാരുണ്യം എന്നുള്ളത് ആണ്. അതേ, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ പ്രതിഫലിച്ച കാരുണ്യം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, വിധിക്ക് വിട്ടുകൊടുക്കാത്ത കാരുണ്യം. വിധിക്ക് വിട്ടുകൊടുക്കാത്ത കാരുണ്യം. ഋഷികേശിന്റെ അടുക്കല് ഒരു ഉൾഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നിന്ന് 10-12 പേര് കുറെ വർഷങ്ങൾക്ക് മുൻപ് എല്ലാ വർഷവും അവരിങ്ങനെ ഋഷികേശിലേക്ക് പോകാറുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, കുഷ്ഠരോഗം ബാധിച്ചാണ് അവരവിടെ നിന്ന് വിട്ടുപോകുന്നത്. അവർ ഈ ഗ്രാമം വിട്ടു പോകുന്ന സമയത്ത് ഈ പുരുഷന്മാരുടെ ഭാര്യമാർ വിധവകളുടെ വേഷം ധരിക്കാറുണ്ട്. അവർ വെള്ളസാരി ഉടുക്കാറുണ്ട്. കാരണം ഒരു കുഷ്ഠരോഗി ഒരു ഭവനത്തിൽ നിന്ന് കടന്നുപോയാൽ അവൻ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് വരികയില്ല. തന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു എന്ന ചിന്തയോടുകൂടെ അവൾ വെള്ള സാരി ധരിക്കാറുണ്ട്. അതേ, അവരുടെ മക്കളും ഈ പിതാക്കന്മാരെ ഋഷികേശിന്റെ അടിവാരം വരെ കൊണ്ടാക്കിയതിനു ശേഷം വിധിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കാരണം കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് വിധിയാണ്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വിധിയാണ്, ഇനി അത് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്ന ചിന്തയോടുകൂടെയാണ് പറഞ്ഞ് അയക്കുന്നത്. ഇത് ഇന്ത്യൻ പശ്ചാത്തലമാണ്. പുരാതന ഇസ്രായേലിലെ കാര്യങ്ങൾ ഇതിനേക്കാളും കഷ്ടമാണ്. അതായത് പുരാതന ഇസ്രായേലിൽ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ബാധിച്ചാൽ അവനെ ഒരു വിധി അടിച്ചേൽപ്പിക്കുകയാണ്. നീ അശുദ്ധനാണ് എന്നുള്ള വിധി അവനെ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തെരുവീതികളിലൂടെ ഈ കുഷ്ഠരോഗികൾ പോകുമ്പോൾ, ഞാൻ അശുദ്ധനാണ്, 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 എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അശുദ്ധനാണെന്ന് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുകയും ഞാൻ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി അശുദ്ധനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിതകാലം അവസാനം വരെ ജീവിക്കേണ്ട അവസ്ഥ, താനൊരു അശുദ്ധനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പ് വിളിച്ചു പറയേണ്ട അവസ്ഥ. അതേ, ഈ അശുദ്ധിയുടെ അവസ്ഥയിൽ ആയിരക്കണക്കിന് കുഷ്ഠരോഗികൾ പുരാതന ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1000-ൽ-1 ഈ കുഷ്ഠരോഗി ഈ വിധിക്ക് അപ്പുറമായി ഞാൻ യേശുവിൽ ആശ്രയിക്കുമെന്ന ചിന്തയോടുകൂടെ യേശുവിന്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. കുഷ്ഠരോഗം ഒരു വിധിയെന്ന് കാണുവാനായിട്ടുള്ള കാര്യം, പാരമ്പര്യമായിട്ട് പാപം ചെയ്യുന്നവരുടെ തലമുറകൾക്കാണ് കുഷ്ഠരോഗം വരുന്നതെന്നൊരു വിശ്വാസം പുരാതന ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവർ ചിന്തിച്ചിരുന്നത് വിഗ്രഹാരാധന നടത്തുന്നവര്, അല്ലെങ്കിൽ ലൈംഗികമായ പാപങ്ങൾ ചെയ്യുന്നവര്, ദൈവത്തിന്റെ നാമം ദുഷിക്കുന്നവർക്കൊക്കെയാണ് ഈ കുഷ്ഠരോഗം വരുന്നതെന്നാണ്. പക്ഷേ ഇത് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുവാനായിട്ട്
യേശുവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയ കുഷ്ഠരോഗി തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത്. അവനെക്കുറിച്ച് നമുക്കിങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. ഈ ചലഞ്ചസ് ഹിസ് ഫെയ്ത്ത് വിത്ത് ദ ഫെയ്ത്ത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. യേശുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ കുഷ്ഠരോഗം എന്ന വിധിയെ വെല്ലുവിളിക്കുകയാണ് ഈ മനുഷ്യൻ. അതെ, അവൻ യേശുവിൽ വിശ്വസിക്കുകയാണ്. അവനറിയാം, ഇനി എനിക്ക് ഒരു ആശ്രയവുമില്ല, ഒരു ഗതിയുമില്ല. പക്ഷേ യേശുവിൽ ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ വിധിയെ മാറ്റിയെഴുതുവാൻ ശക്തനായവനാണ് എൻ്റെ യേശുനാഥൻ. അവൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് സാധിക്കും. അല്ലയോ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് സാധിക്കും. നിനക്ക് എല്ലാ ശക്തിയുമുണ്ട്, എല്ലാ കാര്യങ്ങളും നിനക്ക് സാധ്യമാണ്. പക്ഷേ നീ വിചാരിച്ചാൽ മാത്രമേ എന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കഠിനമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ അവൻ അപേക്ഷിച്ചപ്പോൾ യേശു സംസാരിച്ചു തുടങ്ങി, യേശു പ്രവർത്തിച്ചു തുടങ്ങി. യേശു ഉത്തരം പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറയുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് കുഷ്ഠരോഗിയോട് യേശു കർത്താവ് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കുഷ്ഠരോഗി സൗഖ്യമുള്ളവനായി മാറ്റപ്പെടുകയാണ്. അശുദ്ധനായിരുന്ന അവസ്ഥയിൽ നിന്ന്, അശുദ്ധനായി വിധിയെ പഴിച്ച് താനിനി ജീവിക്കണമെന്ന അവസ്ഥയിൽ നിന്ന് അവൻ വിശുദ്ധനായി മാറ്റപ്പെട്ടു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് കുഷ്ഠരോഗികളുടെ മധ്യത്തിൽ നിന്ന് യേശുവിൽ ഒരു വ്യക്തി മുഴങ്കാലുകളെ മടക്കി പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ അവൻ്റെ വിധിയെ പരാജയപ്പെടുത്തി അവന് മുന്നിലോട്ട് കടന്നു വരുവാനായിട്ട് സാധിച്ചു. നമ്മൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്, ഈ രോഗാവസ്ഥ കടന്നു വന്നത്, ഈ ദുഃഖം കടന്നു വന്നത്, ഈ പ്രശ്നം, പ്രതിസന്ധി എല്ലാം കടന്നു വന്നത് എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും സഹതപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മഹാകാരുണ്യവാനാണ് ക്രിസ്തു. ആ ക്രിസ്തു നിങ്ങൾ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയായിട്ട്, ഒരു രോഗിയായിട്ട്, ഒരു കടമുള്ളവനായിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോവുക. അവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിധിയെ അവന് തിരുത്തി എഴുതുവാനായിട്ട് സാധിക്കും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബ് എന്ന ലേഖകൻ തൻ്റെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജീസസ് മേഴ്സി ഈസ് എബവ് ഓൾ ദ ഫെയ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ എന്ന് പറയുന്നത് സകല ന്യായവിധിക്കും അപ്പുറമാണ്. വിധിയെ പൊളിച്ചെഴുതുവാൻ ശക്തിയുള്ളതാണ് ക്രിസ്തുവിൻ്റെ കാരുണ്യം. അതേ, അങ്ങനെ ആ ക്രിസ്തുവില് പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ കുഷ്ഠരോഗിക്ക് വിധിക്ക് അപ്പുറമായി ജീവിക്കുവാനായിട്ട് സാധിച്ചു. അത് 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് രൂപവും ഭാവിയും മാറ്റുന്ന ക്രിസ്തുവിൻ്റെ കാരുണ്യം. രൂപവും ഭാവവും മാറ്റുന്ന ക്രിസ്തുവിൻ്റെ കാരുണ്യം ഒരു വ്യക്തിയുടെ ശാരീരികമായതും ആത്മീയമായതുമായ രൂപത്തെ പൂർണ്ണമായി മാറ്റുവാൻ കെൽപ്പുള്ള ഒരു രോഗമാണ് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ ഭൗതികമായി ഒരു വിരൂപ അവസ്ഥയിലേക്ക് തള്ളപ്പെടും. അതേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുഷ്ഠരോഗം വരുന്ന അവയവങ്ങൾ അഴുകുവാനായിട്ട് തുടങ്ങും. അവിടെ വ്രണം വരും. ആ അവയവത്തിന്റെ രൂപം തന്നെ മാറിപ്പോകും. വിശുദ്ധ ലൂക്കോസ് എന്ന സുവിശേഷകൻ യേശുവിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയ കുഷ്ഠരോഗിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? നമുക്കറിയാം, ലൂക്കോസ് എന്ന സുവിശേഷകൻ വൈദ്യനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ സുവിശേഷകൻ പറയുന്നത് കുഷ്ഠരോഗിയുടെ ദേഹമാസകലം കുഷ്ഠരോഗം ബാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുഷ്ഠരോഗിയുടെ ദേഹമാസകലം കുഷ്ഠരോഗം ബാധിച്ചിരുന്നു. തലമുതൽ ഉള്ളംകാലു വരെ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യൻ. അതിനപ്പുറമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ പാരമ്പര്യം അടിച്ചേൽപ്പിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നീ അശുദ്ധൻ 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 എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. 1-ാമത്തെ കാര്യം കുഷ്ഠരോഗിയാണെങ്കിൽ. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരെ നല്ല വസ്ത്രം ധരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കീറിയ വസ്ത്രം വേണം അവൻ ധരിക്കാൻ. അതെ, തന്നെ കാണുന്ന സമയത്ത് മറ്റുള്ളവർ തിരിച്ചറിയണം താനൊരു കുഷ്ഠരോഗിയാണെന്ന്. കീറിയ വസ്ത്രം ധരിച്ചാൽ മാത്രമേ മുറിവുകൾ വെളിയിൽ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മുടി ചീകുവാനായിട്ട് പാടില്ല. ഒരു ദിവസം മുടി ചീകാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ദിവസങ്ങളോളം മുടി ചീകാതെ ഈ മനുഷ്യന്റെ രൂപം വികൃതമായി തീർന്നിരിക്കാം. മേൽചുണ്ട് മറയ്ക്കാനായിട്ട് പാടില്ല. അതേ, ഒരു മമ്മിയുടെ അവസ്ഥ, ഈജിപ്ഷ്യൻ മമ്മിയുടെ ഒരു സാദൃശ്യമുള്ള രൂപത്തിലേക്ക് ഈ കുഷ്ഠരോഗി മാറ്റപ്പെട്ടിരിക്കാം. അങ്ങനെ
വിരൂപമാക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവൻ യേശുവിൻ്റെ മുൻപിലേക്ക് ഉഴങ്കാലുകളെ മടക്കി നിൽക്കുന്നത്. ജോസിഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: എ ലെപ്പർ ഈസ് ലൈക്ക് എ ഡെഡ് ബോഡി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുഷ്ഠരോഗി എന്നാൽ അതൊരു മൃതദേഹം പോലെ ആണ്. മൃതദേഹം നാറ്റം വമിക്കുന്നതാണ്. മൃതദേഹത്തിൽ ഈച്ചകൾ വന്ന് പറ്റാറുണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന ഒരു മൃതദേഹമാണ് ഒരു കുഷ്ഠരോഗി എന്നുള്ളത്. ഇങ്ങനെ നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന മനുഷ്യൻ, ഭാവിയില്ലാത്ത മനുഷ്യൻ, രൂപമില്ലാത്ത മനുഷ്യൻ, ഇനി ജീവിതത്തില് ഒരു പ്രതീക്ഷയുമില്ലാത്ത മനുഷ്യൻ, യേശു അവനെ സ്പർശിക്കുകയാണ്. അവന്റെ രൂപം മാറുന്നു, അവന്റെ ഭാവി മാറുന്നു, അവൻ ശുദ്ധനായി തീർന്നു. അതുകൊണ്ടാണ് പുരോഹിതന്റെ അടുക്കൽ പോയി സാക്ഷ്യപത്രം നേടുവാനായിട്ട് യേശു കർത്താവ് അവനെ ഓർമ്മപ്പെടുത്തുന്നത്. ശുദ്ധനായി തീർന്ന ഈ മനുഷ്യൻ യേശുവിനെ ഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങി എന്നാണ് വചനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ, മുഴങ്കാലിൽ നിന്നവൻ, മുട്ടുകുത്തി നിന്നവൻ, ഭാവി ഇല്ലാതിരുന്നവൻ, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയവൻ, യേശു എന്ന ദിവ്യകാരുണ്യത്തിന്റെ സ്പർശനം അവന്റെ ജീവിതത്തിൽ ഏറ്റപ്പോൾ അവന്റെ ജീവിതം മാറുകയാണ്, അവന്റെ ഭാവി മാറുകയാണ്. അവൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ വിശുദ്ധനായ യേശു തന്റെ ജീവിതത്തിൽ സൗഖ്യം നൽകി എന്നെ വിശുദ്ധനാക്കി മാറ്റിയെന്ന് അവൻ സാക്ഷീകരിക്കുകയാണ്. അവൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറ്റപ്പെടുകയാണ്. ഒരുപക്ഷെ അവന്റെ ഭവനത്തിലേക്ക് അവന് തിരിച്ച് പ്രവേശിക്കുവാൻ സാധിച്ചിരിക്കാം. സമൂഹം അവനെ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് അവൻ പ്രസംഗിക്കുവാനായിട്ട് സാധിച്ചത്, സാക്ഷീകരിക്കുവാനായിട്ട് അവന് സാധിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് സകലത്തെയും പുതുക്കുന്ന ദൈവമാണ്. നീ ഉടഞ്ഞ അവസ്ഥയിൽ ആണോ? നീ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണോ? നീ രോഗാവസ്ഥകളിൽ ആണോ? നിന്നെ ക്രിസ്തു സ്പർശിച്ചാൽ നിന്റെ ജീവിതം പൂർണ്ണമായി മാറുവാൻ പോവുകയാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ്: Behold, I am making all things new. അതേ, ഞാൻ സകലത്തെയും പുതുക്കുന്ന ദൈവമാണ്. ഞാൻ സകലത്തെയും പുതുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കുഷ്ഠരോഗിയെ പുതിയ തലത്തിലേക്ക് യേശു ഉയർത്തുകയാണ്. പുതിയ ഭാവി അവന്റെ ജീവിതത്തിൽ നൽകുകയാണ്. പുതിയ രൂപം അവന് നൽകുകയാണ്. അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അതേ, ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 കാരുണ്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ പ്രതിഫലിപ്പിക്കുന്ന കാരുണ്യം, അതുപോലെ തന്നെ വിധിക്ക് വിട്ടുകൊടുക്കാത്ത കാരുണ്യം, ഏറ്റവും ഒടുക്കലത്തേതായിട്ട് നമ്മുടെ രൂപത്തെയും ഭാവിയെയും മാറ്റുന്നതായിട്ടുള്ള കാരുണ്യം. ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവരാണ്. പക്ഷേ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഘോഷിക്കേണ്ട പ്രവർത്തനങ്ങളല്ല. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യക്തിത്വങ്ങളെ മഹത്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളല്ല. ക്രിസ്തു അവിടെ ആ കുഷ്ഠരോഗിയെ അമർഷമായിട്ട് അവനെ ശാസിക്കുന്നുണ്ട്. അത് അവനോട് അമർഷമായിട്ട് അവനോട് പറയുന്നുണ്ട്: നീ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാതെ ഇരിക്കുക, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹങ്ങൾ പറയാതെ ഇരിക്കുക എന്ന് അവനോട് കർത്താവ് കർശനമായി അവനെ ശാസിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവൻ പോയി പറയുകയാണ്. തൻ്റെ ജീവിതത്തിൽ ലഭിച്ച നന്മ, അത്ഭുതം, അനുഗ്രഹം അവൻ പറയുകയാണ്. ഇതേ വാക്കുകളാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നത് ആയിരിക്കണം. നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ ഒരിക്കലും ഫ്ലക്സ് അടിച്ചു വെച്ച് മറ്റുള്ളവരെ അറിയിക്കേണ്ട പ്രവർത്തനങ്ങൾ ആയിരിക്കരുത്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആമേൻ.